ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് ഇതുപോലുള്ള കമാനങ്ങൾ കെട്ടുന്നത് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ഒരു കീഴ്വഴക്കമാണ്. അതിലൊരു നിയമലംഘനവുമില്ല, കോടതി വിധിക്ക് എതിരൊന്നുമല്ല. എന്തിനാണ് ഈ ക്ഷേത്രങ്ങളുടെ നേരെ ഇങ്ങനെ ചെയ്യുന്നത്? ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പലരും ഇവിടെ വൻ പ്രകടനങ്ങൾ നടത്തുന്നു, അതുപോലെ കമാനങ്ങൾ വെച്ച് കെട്ടാറുണ്ട്. ഗതാഗതം തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും ഒക്കെ യോഗങ്ങൾ നടത്തുന്നത്. പക്ഷേ ക്ഷേത്രങ്ങളോട് മാത്രം എന്തിനാണ് ഇത്തരത്തിൽ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നത്? അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു ദേശഭക്തി ഗാനം പാടിയതിൻ്റെ പേരിൽ ഒരു ക്ഷേത്രത്തിലെ ഒരു ഉപദേശക സമിതി ദേവസ്വം ബോർഡ് പിരിച്ചുവിടുന്നതായിട്ട് കേട്ടു. ഉപദേശക സമിതി പിരിച്ചുവിട്ട് ഈ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന കടന്നുകയറ്റം അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി ഭരിക്കേണ്ട ഒരു സ്ഥാപനമാണ്. ഈ കമാനങ്ങൾ കെട്ടിയതിൻ്റെ പേരിൽ കേസെടുക്കുമ്പോൾ ആദ്യമായി രംഗത്ത് വരേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടത്. പക്ഷേ ദേവസ്വം ബോർഡ് മാറി നിൽക്കുകയാണ്. അവർക്ക് രാഷ്ട്രീയ താല്പര്യമാണ് വലുത്. അതുകൊണ്ട് ഇത് മതസ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുള്ള കടന്നാക്രമണമാണ്. അതിൽ നിന്ന് പോലീസ് പിന്തിരിയണം. ക്ഷേത്രോത്സവം എന്ന് പറയുന്ന ജനകീയോത്സവമാണ്. ഇവിടെ എല്ലാവരും ജാതിമത വർഗവർണ്ണ ഭേദചിന്തകൾക്ക് അതീതമായി ഒത്തൊരുമിച്ച് കൂടുന്ന വലിയൊരു കൂട്ടായ്മയാണ്. അതിനോട് സഹകരിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് പോലീസ് ചെയ്യേണ്ടത്. എല്ലാ വിധത്തിലും സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്.